പയ്യാവൂർ ചന്ദനക്കാമ്പാറ ഏറ്റുപാറ പാലം തകരുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. കനത്ത ഒഴുക്കിലാണ് പാലം തകർന്നത്. പലയിടത്തും ചെറിയ ചെറിയ പാലങ്ങളുടെ മുകളിലൂടെയൊക്കെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും അതുകൊണ്ട് തന്നെ വലിയ ഗതാഗത തടസ്സം, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ട്. ചേട്ടാ ഓൻ എല്ലാവരും കൂടെ അല്ലേ പോകുള്ളൂ. എന്നെ ഇവിടെ നിർത്തിയാക്കണം. പോയി പാലം പോയി. ഓ ഇരുന്ന് പോയി പാലം പോയി. ടി കെ വിജയനുണ്ട് വിവരങ്ങളായി. ടി കെ പോവാണെങ്കിൽ പോട്ടെ രമേശേട്ടാ, എല്ലാവരും കൂടെ അല്ലേ പോണേന്നൊക്കെയാണ് അവിടെ കാണുന്നവർക്ക്. വെള്ളമൊക്കെ ഇടിച്ചു കുത്തി പോകുന്നത് കാണുമ്പോൾ ഒക്കെ രസമായിരിക്കും. പക്ഷേ ഇനി അവർ തന്നെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്. തീർച്ചയായും അതെ. ഈ പയ്യാവൂർ അതോടൊപ്പം തന്നെ ചെമ്പേരി ഏറ്റുപാറ റോഡെന്ന് പറയുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ചന്ദനക്കാമ്പാറയിലേക്കുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട റോഡും അതിനെ ബന്ധിപ്പിക്കുന്ന പാലവുമാണ്. ആ പാലമാണ് ഇപ്പോൾ സാരമായ കേടുപാട് സംഭവിച്ചിട്ടുള്ളത്. രണ്ട് സ്ലാബുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിൻ്റെ പ്ലേറ്റ്, ആ തൂണലിൻ്റെ മുകളിൽ നിന്നുള്ള പ്ലേറ്റ് തെന്നി മാറിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിശക്തമായ വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതോടൊപ്പം തന്നെ അതിൻ്റെ കാലപ്പഴക്കം, ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ പാലം തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ ആൾക്കാർ ഈ വെള്ളപ്പൊക്കം കാണുന്നതിന് വേണ്ടി പാലത്തിൻ്റെ അടുത്ത് വന്നു നിന്നതാണ്. അവർക്കതൊരു പ്രത്യക്ഷത്തിൽ തമാശയാണ് എന്നൊക്കെ തോന്നി. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് ഗൗരവം അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ആ പാലം തകരുമ്പോൾ അത് ക്രോസ് ചെയ്ത് ഓടുന്ന ഒരാൾ, ആ വെള്ളക്കെട്ട് ക്രോസ് ചെയ്ത് ഓടുന്ന ഒരാളെയും കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തോ ഭാഗ്യത്തിന് മറ്റ് വളരെ, അതായത് പാലം അങ്ങനെ തകർന്നു പോയില്ല എന്നത് ആശ്വസിക്കാം. അല്ലായിരുന്നെങ്കിൽ ഈ പാലത്തിന് മുകളിലുണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കുമായിരുന്നു. അതൊരു പാഠമാണ്. ആ പാഠം അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വേണമെങ്കിൽ നമുക്കും കരുതാം. എന്തായാലും ആ മേഖല ഒരു ഭാഗം, ചെമ്പേരിയിൽ നിന്നും വരുന്ന ആ ഭാഗം ഇനി പൂർണ്ണമായും ഒറ്റപ്പെടും. ഒട്ടേറെ കിലോമീറ്റർ വളഞ്ഞു തിരിഞ്ഞു വേണം ഇനി ചന്ദനക്കാമ്പാറയിലേക്കും മറ്റും എത്തുന്നതിന് വേണ്ടി. അതുമാത്രമല്ല, ഇന്നുവരെ അടുത്ത കാലത്തൊന്നും കാണാത്ത അത്രയും രീതിയിലുള്ള വലിയ വെള്ളപ്പൊക്കവും മലവെള്ളപ്പാച്ചിലുമാണ് ആ പുഴയിലൂടെ ഒഴുകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കനത്ത ജാഗ്രത ഈ മേഖലകളിലെല്ലാം തന്നെ ഉണ്ട്. പലരും പറയുന്നത് 2018 വെള്ളപ്പൊക്കത്തിന് സമാനമായ മഴ, അത്തരത്തിലൊരു പേടി ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇരിട്ടി ഭാഗത്ത്, പേരട്ട ഭാഗത്തൊക്കെ ചെന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് അതാണ്. എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു. അവിടെയുള്ള വീട്ടമ്മമാർ പറഞ്ഞത് അവരുടെ സാധനങ്ങളും മറ്റും വീട്ടിൻ്റെ തട്ടിൻപുറത്തേക്കൊക്കെ മാറ്റിവെച്ച് അവർ ക്യാമ്പുകളിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നാണ്. എന്തായാലും ഒരുപക്ഷെ ഈ മലബാറിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു മഴയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അത്രമാത്രം ആശങ്ക ഈ മേഖലകളിലെല്ലാം തന്നെ ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് തന്നെ പറയാൻ തുടങ്ങിയ മഴ ഈ സമയത്തും പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ, ടൗൺ കേന്ദ്രീകരിച്ചുള്ള മഴക്കൽപ്പം ശമനം നേരിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും അന്തരീക്ഷത്തിൽ വലിയ രീതിയിലുള്ള കാർമേഘങ്ങൾ ഇപ്പോഴുമുണ്ട്.